എടി നിന്നെ ഞാൻ തലാക്കിൽ ഒഴിവാക്കിയിരിക്കുന്നു. നിന്നെ 3 തലാക്കും ചെല്ലിയിരിക്കുന്നടി. നിന്നെ ബന്ധം വേണ്ടി വരത്തില്ലല്ലോ. നിന്നെ 3 തലാക്കും ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു. പോയിക്കോ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഒരു പള്ളി ഇമാമ് സ്വന്തം ഭാര്യയെ 3 തലാക്ക് ചൊല്ലി, മുത്തലാക്ക് ചൊല്ലിയിട്ട് ആ ഉസ്താദ് റിമാൻഡിലായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ആ ഉസ്താദ് ദേഷ്യം പിടിച്ചിട്ട് ഭാര്യയോട് മൊബൈൽ ഫോണിൽ തലാക്ക് ചെല്ലുന്ന ആ ഒരു വോയിസ് സന്ദേശം അദ്ദേഹം ഭാര്യയോട് നല്ല തെറി പറയുന്നുണ്ട്. തെറി പറയാന്ന് പറഞ്ഞാൽ നല്ല തെറിയാണ്, ഒക്കെ ബീപ്പ് സൗണ്ടിലായിട്ട് കേൾപ്പിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഭാഗം തെറിയായതുകൊണ്ട് നമുക്കിവിടെ കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വോയിസ് കേൾക്കുമ്പോൾ ഒരു തൊലാക്ക് ചൊല്ലണമെന്ന് കരുതി ചെല്ലിയതല്ല, പക്ഷെ ദേഷ്യം പിടിച്ച് ഭാര്യയോട് പിണങ്ങിയപ്പോൾ ചെല്ലിയതാണ്. ഏതായാലും ആദ്യം നമ്മൾ ആ ഒരു ഭർത്താവ് ചൊല്ലിയ തൊലാക്ക്, ആ ഉസ്താദ് പത്തനംതിട്ടയിലെ പള്ളിയിലുള്ള ഒരു നിസ്കാര പള്ളിയിലുള്ള അബ്ദുൽ ബാസിത്ത് എന്ന പേരുള്ള ഒരു ഇമാമിനാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സന്ദേശം ഒന്ന് കേൾക്കാം. ഞാൻ നടത്താൻ നീ ഇപ്പൊ പഠിച്ചില്ലേ? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ? എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു. എടി നിന്നെ ഞാൻ തലാക്കിൽ ഒഴിവാക്കിയിരിക്കുന്നു. നിന്നെ 3 തലാക്കും ചെല്ലിയിരിക്കുന്നടി. നിന്നെ ബന്ധം വേണ്ടി വരത്തില്ലല്ലോ. നിന്നെ 3 തലാക്കും ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു. പോയിക്കോ. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇദ്ദേഹം 4 തലാക്ക് ചൊല്ലിക്കളയാന്ന് കരുതിയിട്ട് ചൊല്ലിയതല്ലെങ്കിലും വളരെ ലാഘവത്തോടു കൂടി ചെല്ലേണ്ട പ്രക്രിയയല്ല തൊലാക്ക്. ആ മനുഷ്യൻ 3 തൊലാക്ക് ചൊല്ലി എന്ന് പറയുന്നത് മുത്തലാക്ക് നമ്മുടെ രാജ്യത്ത് 2019 നിരോധിച്ചതാണ്. ഇയാളുടെ കയ്യിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇയാളുടെ ഒരു ഭാഗം നമുക്ക് കേൾക്കാത്തത് കൊണ്ട്, എങ്ങനെ മുത്തലാക്ക് ചൊല്ലിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. ഒന്നാമതായിട്ട് ഇയാൾ കല്യാണം കഴിച്ചത് രണ്ടാമതൊരു കല്യാണമാണ്. അതായത് നേരത്തെ ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യ ഒരു വാടക വീട്ടിലാണ്. ആ ഭാര്യയുടെ പ്രശ്നം എന്തുകൊണ്ടാണ് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ഇയാൾ സന്നദ്ധനായത് അതൊന്നും നമുക്കറിയില്ല. ഇവർ പറയുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത് എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെ ചില മിസ്റ്റേക്കുകളുണ്ട്. നമുക്കൊരാളെ കുറിച്ചിട്ട് പരസ്യമായിട്ട് കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ എനിക്ക് കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അന്വേഷിച്ചാൽ അറിയും. അപ്പോൾ ഈ ഒരു ഉസ്താദ് ആയതുകൊണ്ട് തന്നെ അന്വേഷിച്ചാൽ അറിയാമായിരുന്നു അവിടെ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. രണ്ടാമതൊരു കാര്യം, ഇവർ തമ്മിൽ നേരത്തെ ഒരുപാട് ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അതായത് 2 വർഷമായിട്ട് ഇവർ വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു യുവതിക്ക് 20 വയസ്സാണ്. ഇതിനിടയിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിട്ട് ഈ ഭാര്യനെ ഇയാൾ സ്വന്തം ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കിയത്. ഇതിനിടയിലാണ് ബർത്ത്ഡേ വന്നപ്പോൾ ഭാര്യ എന്ത് ചെയ്തു, ഈ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചിട്ട് ആഘോഷിച്ചു. സ്വാഭാവികമായിട്ടും സ്വന്തം കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഏതൊരു ഉമ്മാർക്കും വളരെ ആഘോഷമാണ്. ഭർത്താവുമായിട്ട് പിണങ്ങിയാൽ ഭർത്താവിനായിട്ട് പിണങ്ങിയിട്ട് ഭർത്താവ് ഇവിടെ കൊടുന്നാക്കി കൊടുത്തതാണ്. ഇതിൻ്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ആണ് ഇയാൾ പറയുന്നത്, ഞാനില്ലാതെ തന്നെ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാനായി, നീ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉസ്താദ് ഇങ്ങനെ വഴക്കിടുന്നത്, അത് ആഘോഷിച്ചത് ഈ ഭർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാനില്ലെങ്കിലും, എൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിലും, എൻ്റെ സഹായം ഇല്ലെങ്കിലും നിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇതിനിടയിൽ ആ പെണ്ണ് പറയുന്നൊരു വാക്കുണ്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവർക്കിടയിലും, ഒരു ഭാര്യയും ഭർത്താവിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളെ മാത്രം കുറ്റക്കാരാക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഫോൾട്ട്. ചിലരുടെ ധാരണ ഭർത്താവ് മാത്രമാണ് കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഭാര്യ മാത്രമാണ് കുറ്റക്കാരി. അങ്ങനെയല്ല. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടോ, 2 കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തം. ഒരാളുടെ കയ്യിൽ ലേശം കൂടുതൽ പിഴകുണ്ടെങ്കിൽ, പ്രശ്നക്കാരാണെങ്കിൽ ആ പ്രശ്നക്കാരനെ പ്രകോപിതനാക്കുന്ന ഒരു നടപടി ഇപ്പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ ഇയാളെ ആക്ഷേപിച്ചുകൊണ്ട് ഈ സ്ത്രീ മുമ്പ് പറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ നിലനിൽക്കേ, നീ ഇങ്ങനെ എൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിലും എൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഇയാൾ ഉപയോഗിച്ചൊരു വേർഡാണ് അന്നെ 3 തൊലാക്കും ചൊല്ലി എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ഉസ്താദല്ലേ, അതിൻ്റെ ഒരു പക്വത, അതിൻ്റെ ഒരു പാകത, ഒരു എന്താ പറയുക, ഒരു റുഷ്ദാവുക എന്ന് പറയും അറബിയിൽ, ആ ഒരു പക്വത നിങ്ങൾ കാണിക്കണ്ടേ? നിങ്ങളുടെ ഇമാമായിട്ട് ഒരുപാട് പേര് ഒരു പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ടാവില്ലേ? അത്യാവശ്യം നിങ്ങൾ കിതാബോധി പഠിച്ച് തസവുഫ് അതിൽ പഠിച്ചിട്ട് റസാനത്ത് നിങ്ങൾ ഓതിയിട്ടുണ്ടാവില്ലേ? ഒരല്പം ക്ഷമയോടുകൂടി സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന്, സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറണമെന്ന് ഹബീബായ നബി പഠിപ്പിച്ചത് ഉസ്താദെ നിങ്ങൾക്കറിയില്ലേ? ആ ഒരു അവസാനത്തെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നല്ലോ അറഫ മൈതാനിയിൽ വെച്ചിട്ട് ഹബീബായ നബി, അതിൽ പറഞ്ഞ ചില വാചകങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. സ്ത്രീകളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുക. ആ മാന്യമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞ് ലോകാവസാനം വരേക്കുള്ള സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സന്ദേശമല്ലേ? അപ്പോൾ അതൊക്കെ ഉസ്താദിൻ്റെ കയ്യിൽ ഭയങ്കര ഫോൾട്ടാണ്. ദമ്പതികൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം
തമ്മിൽ ദേഷ്യം പിടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേടല്ലല്ലോ മുത്തലാഖ് എന്നുള്ളത്. ഈ ഉസ്താദ് ഒരു പക്ഷേ ഇതിന്റെ നിയമ പ്രശ്നങ്ങൾ അതൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല, ദേഷ്യം പിടിച്ചിട്ടാണ്. ഇനി ദേഷ്യം പിടിച്ച് മൊബൈൽ ഫോണിൽ തൊലാഖ് ചൊല്ലിയാൽ ആ തലാഖ് സാധുവായിട്ട് പോലും പ്രഖ്യാപിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഉസ്താദ് റിമാൻഡിലാണ്. ഉസ്താദിനെതിരെ ഗാർഹിക പീഡന കേസുണ്ട്, സ്ത്രീധനം വാങ്ങിയതിന്റെ കേസുണ്ട്. ഉസ്താദിന്റെ ജാമ്യം കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിന്റെ നിയമം അനുസരിച്ചാണെങ്കിൽ ഈ മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീയുടെയും കൂടി വാദം കേട്ടതിന് ശേഷമാണ് ഈ ജാമ്യം കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. ഇതിനിടയിൽ പെട്ടുപോകുന്ന ആരാന്നറിയാം, ആ ഒരു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. വാപ്പയും ഉമ്മയും സ്നേഹത്തോടു കൂടി കാണുന്ന വാപ്പാടി ഉമ്മാടി സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടാവൽ നിർബന്ധവുമായ ഒരു കുട്ടി. ഇവർ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നങ്ങളും പരസ്പരമുള്ള വിവാദങ്ങളും കാരണം നഷ്ടപ്പെടുന്ന ഒരു ബാല്യം ആരുടേതാണെന്നറിയോ? ആ കുട്ടിയുടേതാണ്. ഏത് ഭാര്യയും ഭർത്താവ് എടുത്ത് നോക്കിക്കോ, പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഉറപ്പല്ലേ? രണ്ട് ഉമ്മാൻ്റെ മക്കൾ, രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾ, രണ്ട് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ, രണ്ട് സ്വഭാവത്തിൽ വളരുന്ന ആളുകൾ, ഇവർ ഒരു കുടക്കീഴിൽ ഒരു വീടിനുള്ളിൽ ഒന്നിച്ചു കഴിയുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാന്നുള്ളത് നേച്ചുറൽ ഒരു സംഗതിയാണ്. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായോട് പിണങ്ങിയിട്ട് അലി റളിയല്ലാഹു എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് പോയിട്ട് എന്തോ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. സ്വാഭാവികമല്ലേ, ഭാര്യയും ഭർത്താവല്ലേ പ്രശ്നങ്ങളാവും. മൂപ്പര് നേരെ പോയിട്ട് എന്ത് ചെയ്തു? പള്ളിയിൽ വന്ന് കിടന്നപ്പോൾ ഹബീബായ നബി വന്നപ്പോൾ ഫാത്തിമ ബീവി സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. ഫാത്തിമ ബീവി നബിയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അലി റളിയല്ലാഹു ഇവിടെ നിന്ന് പിണങ്ങിയിട്ട് പോയി, ഞങ്ങൾ തമ്മിൽ ചില കശപിശ ഉണ്ടായി, അദ്ദേഹത്തിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബിക്കാകെ സങ്കടമായി. നബിൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ ബീവി. നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നബിയുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ നോക്കുമ്പോണ്ട് പാവം അലി റളിയല്ലാഹുവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആരോ പറഞ്ഞു പള്ളിയിൽ കിടക്കുന്നുണ്ട് എന്ന്. പള്ളി എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ മാർബിൾ ഇട്ടതോ ടൈൽസ് ഇട്ടതൊന്നും അല്ല, അവിടെ ഫുൾ മണലാണ്. നോക്കുമ്പോണ്ട് മൂപ്പർ അവിടെ ഇങ്ങനെ കിടക്കണ് പാവം. ഹബീബായ നബി അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് യാ അബാ ഖറാബ്, ഹേ മണ്ണിൽ കിടക്കുന്ന മോനേന്ന് വിളിച്ചിട്ട്, അത് നബിയുടെ ഒരു ലാളനയുടെ വിളിയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അലി റളിയല്ലാഹു ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ചോദിച്ചു, എന്താ നീ ഇവിടെ വന്ന് കിടക്കണമെന്ന് വെച്ചാൽ, അത് ഞങ്ങൾ തമ്മിലൊന്ന് പിണങ്ങി, ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു അത് വഴക്ക് കൂടുള്ളൂ, അപ്പോൾ ഒന്നിട്ട് മാറിയുന്നതാണ്. ആലോചിച്ച് നോക്ക്, ആരാണ് ഈ വന്ന് നിൽക്കുന്നത്? സാക്ഷാൽ അലി റളിയല്ലാഹു അൻഹു. ഹബീബായ നബി അത്രമേൽ സ്നേഹിച്ച ഒരാൾ. അലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. ഒരു ചെറിയൊരു റൂമിൻ്റെ ഉള്ളിൽ ഹബീബായ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് സ്വഹാബികളും കൂടി ഇരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു കാര്യത്തിന് അലി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പറഞ്ഞയച്ചതാണ്. മൂപ്പര് പുറത്തേക്ക് പോയിക്കണ്. മൂപ്പരും കണ്ട് വരികയാണ്. ഇനി ആ റൂമിൽ സ്ഥലമില്ല ഇരിക്കാൻ, ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഇത് കണ്ടപാട്, അലി റളിയല്ലാഹുവിന്റെ വരവും കണ്ട് കണ്ടപാട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നീങ്ങിയിട്ടുണ്ട് ഇരുന്നിട്ട് മൂപ്പർക്കും കൂടി ഇങ്ങോട്ട് കയറി ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വേഗം ഒതുങ്ങിയിരുന്നിട്ട് അങ്ങ് കയറിയിരിക്കുക, എല്ലാവരും അങ്ങോട്ട് കയറ്റിയിരുത്തി വിരുത്താണ് അവിടെ വിളിച്ചോണ്ടിരുത്തിയപ്പോൾ ഹബീബായ നബി പറഞ്ഞൊരു വാക്കുണ്ട്, മഹത്വമുള്ളവരുടെ മഹത്വം മനസ്സിലാക്കാൻ മഹത്വമുള്ളവർക്കേ കഴിയൂ. വന്നതാരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. ആ മഹത്വമുള്ള ഒരാളുടെ മഹത്വം മനസ്സിലാക്കാൻ മഹത്വമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു സാധിച്ചത്. ഇതൊക്കെ ഏതാ ജനുസ് എന്നറിയോ? ആ ജനുസാണ് പിണങ്ങുമ്പോൾ മാറി നിന്ന് മിണ്ടണ്ട, തൽക്കാലം വന്നിട്ട് മാറി നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമെന്ന് കരുതുന്നു. ഇതില്ലാതെ പോയതാണ് നമ്മുടെ പ്രശ്നം. ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അങ്ങോട്ട് രണ്ടെണ്ണം പറയാൻ. ഇപ്പൊ നമ്മൾ ഇതിന്റെ പേരിൽ പള്ളിക്കൽ ഉസ്താദുമാരെ അടച്ചാക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് നേരം വിവരമില്ലാത്തവരാണ്, ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആരെയും നമ്മൾ വ്യക്തികളുടെ കയ്യിലെ തെറ്റുണ്ടെങ്കിൽ ആ വ്യക്തികളെ പറയാം. ഒരു കൂട്ടരുടെ ഭാഗത്ത് മാത്രം ശരി, മറുകൂട്ടരുടെ ഭാഗത്തൊക്കെ തെറ്റി. ഈ ഒരു നിലപാട് മാറിയിട്ട് ഞാൻ ആലോചിക്കുക, എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പെരുമാറാൻ ഞാൻ കാരണമായിട്ടുണ്ടോ, എൻ്റെ കാരണമാണോ, എൻ്റെ പെരുമാറ്റമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പെരുമാറ്റത്തിൽ നിന്ന് മാറാൻ ഞാൻ തയ്യാറായാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമല്ലോ. എപ്പോഴും പേഴ്സണലി ഞാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഞാൻ തോറ്റു കൊടുക്കുന്ന ഒരാളാണ്. എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റു കൊടുത്തത് കൊണ്ട് നമുക്ക് എന്ത് നഷ്ടമാണ് വരാനുള്ളത്? ദമ്പതികളാണോ, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മനസ്സിലാക്കാതെ പരസ്പരം ഈഗോയും വീറും വാശിയും വെച്ചാൽ തകരുന്നത് ആരാണെന്നറിയോ? നമ്മുടെ കുട്ടികളാണ്. ഒരാൾക്കും പരസ്പരം കലഹിക്കുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടവരോട് കലഹിക്കുമ്പോൾ ഒരു വാശി കൂടും. അത് ശരിയാണ്. നമ്മുടെ ഭാര്യയോട് തല്ലുവിടുമ്പോൾ ഭയങ്കര വാശിയാണ്, അവൾ ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഭർത്താവിനോട് തല്ലുവിടുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങളോട് തല്ലുവിടുമ്പോൾ അങ്ങനെ, വാപ്പാട് ഉമ്മാട് തല്ലുവിടുമ്പോഴൊക്കെ അങ്ങനെയാണ്. ഇതൊന്ന് കഴിഞ്ഞൊരു നിമിഷം തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആലോചിച്ച് നോക്കുക,
ഇതല്ലാത്തൊരു പരിഹാര മാർഗം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ അത് പറയാൻ കാരണം സമാനമായിട്ടുള്ള കുറെ അനുഭവങ്ങളുള്ള ആളുകൾക്ക് പരിഹാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. അതിലും ആ സ്ത്രീക്ക് ഒരുപാട് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ത്രീയുടെ കല്യാണം കഴിച്ചത് പോലും ആദ്യ ഭാര്യ ഉണ്ടായിരിക്കുക എന്ന് അറിഞ്ഞുകൊണ്ടല്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ സ്ത്രീധനം വാങ്ങി എന്ന് പറയുന്നു. പിന്നെ അവർക്ക് ഗാർഹിക പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്. ഇത് ഗാർഹിക പീഡനങ്ങൾ പുരുഷൻ കേൾക്കുമ്പോൾ ഒരു വാർത്തയാവലില്ല, ഇത് സ്ത്രീകൾ കേൾക്കുമ്പോഴാണല്ലോ ഗാർഹിക പീഡനമാവുള്ളൂ. ഇതൊക്കെയാണ് വെപ്പ്. അതൊന്നുമല്ല വേണ്ടത്. രണ്ട് കൂട്ടരുടെയും പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കുന്നതിന് പകരം അത് വഷളാക്കുന്ന ഒരു സമീപനം പേരൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ, മുതിർന്ന ആളുകളും അങ്ങനെ തന്നെ ഓനഞ്ഞ് നല്ലപോലെ വായിക്കാൻ സമ്മതിക്കേണ്ട. അപ്പോൾ അതിന് പകരം പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് നമ്മൾ പരമാവധി ശ്രമിക്കുക. കഴിഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം 5 വക്ത് നമസ്കാരം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മിഅ്റാജിന്റെ രാത്രിയിൽ ഇസ്രാ നടത്തി, നമുക്കൊക്കെ അറിയാലോ, ഇസ്രാ എന്ന് പറഞ്ഞാൽ ഹബീബായ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ ഒരു നിശായാത്ര, രാത്രി യാത്രക്കാണ് ഇസ്രാ എന്ന് പറയാ. പിന്നെ ഉറൂജ്, അതായത് മിഅ്റാജ്, ആകാശാരോഹണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ നടത്തുന്ന ഒരു സമയത്ത് ഒരു പ്രത്യേക വാഹനത്തിലാണ് ആ ഒരു യാത്ര നടത്തിയത്. അതിനൊരു പ്രത്യേകതയൊക്കെ പറയുന്നുണ്ട്. കണ്ണെത്തുന്നിടത്ത് കാലെത്തും, അങ്ങനെ ഭയങ്കരമായിട്ട് സ്പീഡുള്ള ജിബ്രീൽ അലൈഹി സ്വലാം ഒരു പ്രത്യേക വാഹനം കൊണ്ടുവന്നിട്ടാണ് ആ യാത്ര നടത്തുന്നത്. ആ യാത്രക്ക് ഉപയോഗിച്ചൊരു വാഹനത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് മുൻപ് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊരു സന്ദർഭോചിതമായ ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഈ ചോദ്യം ആവർത്തിക്കുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.